ഹായ് ഫ്രണ്ട്സ്, 2023 കറണ്ട് അഫെയർ വസ്തുതകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. PSC ബുള്ളറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ വസ്തുതകളാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വരാൻ പോകുന്ന എല്ലാ എക്സാമുകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഭാഗമാണ് കറണ്ട് അഫെയർ. അപ്പോൾ ആവശ്യക്കാർക്ക് ക്ലാസ്സുകൾ കണ്ട് നോട്ടുകൾ എഴുതാം. ഓക്കെ. കോപ്പ് ഇന്ത്യ 23 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമാഭ്യാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്കയാണ്. ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് കോപ്പ് ഇന്ത്യ 23 എന്ന് പറയുന്നത്. ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണെന്ത്? ഓക്കെ, എഫ് ഇൻടെക്സ്. ഓക്കെ, എഫ് ഇൻടെക്സ് 2023. കൊങ്കൺ 2023 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവികാഭ്യാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ, ഇംഗ്ലണ്ട്. അപ്പോൾ 3 നാവികാഭ്യാസങ്ങളും 3 സൈനികാഭ്യാസത്തിൻ്റെ പേരൊക്കെ നമ്മൾ നോക്കിയിരുന്നതൊക്കെ. ഒന്ന് വ്യോമാഭ്യാസമാണ് കോപ്പ് ഇന്ത്യ 23. കോപ്പ് ഇന്ത്യ 23 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്ക. കോപ്പ് ഇന്ത്യ 23 ഇന്ത്യ അമേരിക്ക. അതുപോലെ തന്നെ ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരെന്ത്? എഫ് ഇൻഡെക്സ് 2023. എഫ് ഇൻഡെക്സ് 2023. ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ്. അതുപോലെ തന്നെ കൊങ്കൺ 2023 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവികാഭ്യാസമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ഇംഗ്ലണ്ടുമാണ്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴടക്കിയ ആദ്യത്തെ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. അപ്പോൾ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴടക്കിയ ആദ്യത്തെ IAS ഓഫീസറാണത് അർജുൻ പാണ്ഡ്യൻ എന്ന് പറയുന്നത്. അർജുൻ പാണ്ഡ്യൻ. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ കാവേരി എന്ന് പറയുന്നത്. ഓപ്പറേഷൻ കാവേരി. അപ്പോൾ ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ കാവേരി എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിതയാണ് സുരേഖ യാദവ്. അപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിക്കുന്ന ആദ്യ വനിതയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിതയാണത് സുരേഖ യാദവ് എന്ന് പറയുന്നത്. സുരേഖ യാദവ്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇതിൽ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി ആരാണ്? YS ജഗൻമോഹൻ റെഡ്ഡി, ആന്ധ്രാപ്രദേശ്. അപ്പോൾ ADR റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അത് YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇപ്പോൾ ആരാണ്? ഇന്ത്യയാണ്. 2ാം സ്ഥാനം ചൈനയാണ്. അപ്പോൾ ലോക ജനസംഖ്യയിൽ ഇപ്പോൾ ഇന്ത്യയാണ് ഒന്നാമത്, ചൈനയാണ് രണ്ടാമത്. ഓർത്തിരിക്കുക, ചോദ്യം വരും. ഇനി പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടിയുടെ വേദി എവിടെ ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ, കർണാടകം. 1507 മീറ്റർ നീളമാണ് ഇതിനുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനാണ്, കർണാടകമാണ്. 1507 മീറ്റർ നീളമാണ്. രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6ആണ്. BJP, INC, CPIM, BSP, NPP, AAP. ഇതെല്ലാമാണ് രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ എണ്ണം 6 അടുത്തിടെ ദേശീയ പാർട്ടി പദവി നഷ്ടമായത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് CPI, NCP, തൃണമൂൽ കോൺഗ്രസ്. അടുത്തിടെ ദേശീയ പാർട്ടി പദവി നഷ്ടമായത് ഏതൊക്കെ പാർട്ടിക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? CPIക്ക് നഷ്ടമായി, NCPക്ക് നഷ്ടമായി, തൃണമൂൽ കോൺഗ്രസ് നഷ്ടമായി. അപ്പോൾ ഓടിച്ചതുകൂടി പറയാം. കോപ്പ് ഇന്ത്യ 23 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമാഭ്യാസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്ക. ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിൽ നടന്ന സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് എഫ് ഇൻഡെക്സ് 2023. കൊങ്കൺ 2023 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവികാഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ, ഇംഗ്ലണ്ട്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴടക്കിയ ആദ്യത്തെ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ എന്ന് പറയുന്നത്. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യം അറിയപ്പെടുന്നതാണ് ഓപ്പറേഷൻ കാവേരി എന്ന് പറയുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിതയാണ് സുരേഖ യാദവ് എന്ന് പറയുന്നത്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിൻ്റെ അതായത് ADR റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രിയാണ് YS ജഗൻമോഹൻ റെഡ്ഡി, ആന്ധ്രാപ്രദേശ്. ലോക ജനസംഖ്യയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ, 2ാം സ്ഥാനം ചൈന. പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടിയുടെ വേദിയാണ് ന്യൂഡൽഹി എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെ വെച്ച് കഴിഞ്ഞാൽ ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ, കർണാടക. 1507 മീറ്റർ നീളമാണ്. എവിടെയാണ്? കർണാടകത്തിലാണ്. രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ എണ്ണം 6 BJP, INC, CPIM, BSP, NPP, AAP. അടുത്തിടെ ദേശീയ പാർട്ടി പദവി നഷ്ടമായത് ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPI, NCP, തൃണമൂൽ കോൺഗ്രസ്.
അടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരുടെ നിയമനത്തിന് രാഷ്ട്രപതിയുടെ പേര് ശുപാർശ ചെയ്യാൻ സുപ്രീം കോടതി നിയമിച്ച 3 അംഗ സമിതിയിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരുടെ നിയമനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് രാഷ്ട്രപതിയുടെ പേര് ശുപാർശ ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് രാഷ്ട്രപതിയുടെ പേര് ശുപാർശ ചെയ്യാൻ സുപ്രീം കോടതി നിയമിച്ച 3 അംഗ സമിതിയിൽ ഉൾപ്പെട്ട ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട്. അടുത്തിടെ 19 ജില്ലകൾ കൂടി രൂപീകരിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. 19 ജില്ലകൾ കൂടി രൂപീകരിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ്. അടുത്തിടെ അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് രാഷ്ട്രപതിക്ക് പേര് ശുപാർശ ചെയ്യാൻ സുപ്രീം കോടതി നിയമിച്ച അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് രാഷ്ട്രപതിക്ക് പേര് ശുപാർശ ചെയ്യാൻ സുപ്രീം കോടതി നിയമിച്ച 3 അംഗ സമിതിയിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണ്? പ്രധാനമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട്. അടുത്തിടെ 19 ജില്ലകൾ കൂടി രൂപീകരിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം എവിടെയാണ്? അഞ്ചിഗഡ്. ലോകത്തിലെ ആദ്യത്തെ നാനോ DAP ദ്രാവക വളം പുറത്തിറക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇഫ്കോ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇഫ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് ലോകത്തിലെ ആദ്യത്തെ നാനോ DAP ദ്രാവക വളം പുറത്തിറക്കിയത്. ഇന്ത്യയിലെ ആദ്യ 5G ആംബുലൻസ് ഏതാണ്? അപ്പോക്ക്. ഇന്ത്യയിലെ ആദ്യ 5G ആംബുലൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോക്ക്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം ഏതാണ്? സോജില തുരങ്കം. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കമാണ് സോജില തുരങ്കം. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഏതാ ചോദിച്ചാൽ അത് ഹരിയാനയാണ്. 357 രൂപ. കേരളത്തിലാണെങ്കിൽ 333 രൂപയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാന, 357 രൂപ. കേരളത്തിലാണെങ്കിൽ 333 രൂപ. അപ്പോൾ ഹരിയാനയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് ആധാർ മിത്ര എന്ന് പറയുന്നത്. ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിൻ്റെ പേര് ആധാർ മിത്ര. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം ഗോവയാണ്. 2ാം സ്ഥാനം കേരളം. അപ്പോൾ ഏറ്റവും കുറച്ച് ദരിദ്രമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്, ഏറ്റവും കൂടുതൽ ദരിദ്രമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്, ഏറ്റവും കുറവ് ദരിദ്രമുള്ള സംസ്ഥാനം ഗോവ, 2ാമത് കേരളം. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഈയിടെ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ച എവിടെ ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ല. ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിൽ LPI ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിൽ 2023 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്ര ചോദിച്ചാൽ 38ആണ്. ഏഷ്യയിലെ വെള്ളത്തിനടിയിലൂടെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. അസമിലെ ജോർഹാട്ടിനെയും മാജുലി ദ്വീപിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള പൈപ്പ് ലൈനാണിത്. മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാതയാണ് NH 275 മൈസൂരു ബാംഗ്ലൂരു NH 275. മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാത NH 275 മൈസൂർ ബാംഗ്ലൂർ. ഓർത്തിരിക്കുക. ഒന്നുകൂടി പറയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് രാഷ്ട്രപതിക്ക് പേര് ശുപാർശ ചെയ്യാൻ സുപ്രീം കോടതി നിയമിച്ച 3 അംഗ സമിതിയിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അടുത്തിടെ 19 ജില്ലകൾ കൂടി രൂപീകരിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം എവിടെയാണ്? അഞ്ചിഗഡ്. ചിനാബിൻ്റെ കൈവഴിയായ അഞ്ചി നദിക്ക് കുറുകെയാണ് അഞ്ചിഗഡ് ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം അഞ്ചിഗഡിലാണ്. ലോകത്തിലെ ആദ്യത്തെ നാനോ DAP ദ്രാവക വളം പുറത്തിറക്കിയത് ഇഫ്കോയാണ്. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ ആദ്യ 5G ആംബുലൻസ് ഏതാണ്? അപ്പോക്ക്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കമാണ് സോജില തുരങ്കം. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഏതാ ചോദിച്ചാൽ ഹരിയാനയാണ്. 357 രൂപ. കേരളത്തിലാണെങ്കിൽ 333 രൂപയാണ്. ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് ആധാർ മിത്ര എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കുറവ് ദരിദ്രമുള്ള സംസ്ഥാനം ഗോവയാണ്. കേരളം 2ാം സ്ഥാനത്താണ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഈയിടെ ആദ്യ ഇന്ത്യൻ നഗരം ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ച എവിടെ ചോദിച്ചാൽ മനയാണ്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ല. ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിൽ LPIയിൽ 2023 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്ര ചോദിച്ചു കഴിഞ്ഞാൽ 38ആണ് ഇന്ത്യയുടെ റാങ്ക്. ഏഷ്യയിലെ വെള്ളത്തിനടിയിലൂടെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ഏത് നദിയിലാണ് ചോദിച്ചാൽ ബ്രഹ്മപുത്ര. അസമിലെ ജോർഹാട്ടിനെയും മാജുലി ദ്വീപിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള പൈപ്പ് ലൈനാണ്. ഏഷ്യയിലെ വെള്ളത്തിനടിയിലൂടെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദി. മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാത NH 275 മൈസൂരു ബാംഗ്ലൂരിനെ ബന്ധിപ്പിക്കുന്നതാണ് ഈ
ഈ ഒരു പാത എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. അടുത്ത് തെക്കേ അമേരിക്കൻ രാജ്യമായ സുരിനാമിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് ദ യെല്ലോ സ്റ്റാർ പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോഖിയിൽ നിന്നും അടുത്തൊരു ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ലോകോത്തര ബ്രാൻഡായ ഗുച്ചിയുടെ ഇറ്റാലിയൻ ബ്രാൻഡ് അംബാസഡറായ ആദ്യ ഇന്ത്യക്കാരിയാണ് ആലിയ ഭട്ട് എന്ന് പറയുന്നത്. ആപ്പിൾ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെ വെച്ചാൽ മുംബൈയാണ്. ത്രിപുര മുറിച്ച് ത്രിപ ലാൻഡ് എന്ന പേരിൽ സംസ്ഥാന രൂപീകരണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തിപ്ര മോത്ത. ത്രിപുര മുറിച്ച് തിപ്ര ലാൻഡ് എന്ന പേരിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തിപ്ര മോത്ത. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയാണ് ആൻ്റണി ആൽബനീസ്. ആൻ്റണി ആൽബനീസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയാണ്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയാണ് ആൻ്റണി ആൽബനീസ്. SIPRI റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. G20 ഇന്ത്യൻ ഷെർപ്പ ആരാണ്? അമിതാഭ് കാന്താണ്. G20 ഇന്ത്യൻ ഷെർപ്പയാണ് അമിതാഭ് കാന്ത്. ചൈന, റഷ്യ, ഇറാൻ സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ പേരാണ് മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് 2023. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസറാണ് സഫിൻ ഹസൻ എന്ന് പറയുന്നത്. 278 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ തിരുവണ്ടിയാക്കപ്പെടം നടന്ന സംസ്ഥാനം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണ്. 2023 ജൂൺ 2 ഷാലിമാർ, ചെന്നൈ സെൻട്രൽ കൊറോമൻഡൽ എക്സ്പ്രസ്, ബാംഗ്ലൂരു ഹൗറ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, ഗുഡ്സ് ട്രെയിൻ എന്നിവയാണ് കൂട്ടിയിടിച്ചത്. 278 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ തീവണ്ടി അപകടം നടന്നത് സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷ ഓടിച്ചെന്ന് കൂടി പറയാം. തെക്കൻ അമേരിക്കൻ രാജ്യമായ സുരിനാമിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് ദ യെല്ലോ സ്റ്റാർ പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോഖിയിൽ നിന്നും അടുത്തിടെ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ലോകോത്തര ബ്രാൻഡായ ഗുച്ചിയുടെ ഇറ്റാലിയൻ ബ്രാൻഡ് അംബാസഡറായിട്ടുള്ള ആദ്യ ഇന്ത്യൻകാരിയാണ് ആലിയ ഭട്ട് എന്ന് പറയുന്നത്. ആപ്പിൾ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയും ചോദിച്ചാൽ മുംബൈയാണ്. ത്രിപുര മുറിച്ചുകൊണ്ട് തിപ്ര ലാൻഡ് എന്ന പേരിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തിപ്ര മോത്ത എന്ന് പറയുന്നത്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയാണ് ആൻ്റണി ആൽബനീസ് എന്ന് പറയുന്നത്. SIPRI റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. G20 ഇന്ത്യൻ ഷെർപ്പ എന്ന് പറയുന്നതാണ് അമിതാഭ് കാന്താണ്. ചൈന, റഷ്യ, ഇറാൻ സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ പേരാണ് മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് 2023. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസറാണ് സഫിൻ ഹസൻ എന്ന് പറയുന്നത്. 278 പേരുടെ ഭരണത്തിനിടയാക്കിയ ബാലസോർ തീവണ്ടി അപകടം നടന്ന സംസ്ഥാനമാണ് ഒഡീഷ. 2023 ജൂൺ 2 ഷാലിമാർ, ചെന്നൈ സെൻട്രൽ കൊറോമൻഡൽ എക്സ്പ്രസ്, ബംഗളൂരു ഹൗറ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, ഗുഡ്സ് ട്രെയിൻ എന്നിവയാണ് കൂട്ടിയിടിച്ചത്. ഓർത്തിരിക്കുക. അടുത്തത് പ്രശസ്ത നോവലിസ്റ്റ് അതുപോലെ തന്നെ പ്രശസ്ത നോവലിസ്റ്റ് നേതാവായ മധു ലിയാമയുടെ ജന്മശതാബ്ദി ആഘോഷവേളയിൽ ശതാബ്ദി പുരുഷ് മാൻ ഓഫ് ദ സെഞ്ചുറി പദവി നൽകി ആദരിച്ച ആരെയാണ് ചോദിച്ചാൽ പണ്ഡിറ്റ് രാംകിഷൻ. പ്രശസ്ത സോഷ്യലിസ്റ്റ് നേതാവായിട്ടുള്ള മധു ലിമായുടെ ജനശതാബ്ദി ആഘോഷവേളയിൽ ശതാബ്ദി പുരുഷ് മാൻ ഓഫ് ദ സെഞ്ചുറി പദവി നൽകി ആദരിച്ച ആരെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിറ്റ് രാംകൃഷ്ണയാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ 75 years of business and enterprise എന്ന പുസ്തകം രചിച്ചത് അമിതാഭ് കാന്താണ്. അപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ 75 years of business and enterprise. മെയ്ഡ് ഇൻ ഇന്ത്യ 75 years of business and enterprise എന്ന പുസ്തകം രചിച്ചത് അമിതാഭ് കാന്താണ്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രിയാണ് ജോർജിയ മെലോനിയാണ്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ജോർജിയ മെലോനി. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റായ മോക്കയ്ക്ക് ആ പേര് നൽകിയത് ആരാണ്? യമനാണ് ആ പേര് നൽകിയത്. യമനാണ് ആ പേര് നൽകിയത്. മോഖ എന്ന പേര് നൽകിയത് ആരാണ്? യമനാണ്. ഇന്ത്യയിലെ ആദ്യ വ്യോമസേനാ പൈതൃക കേന്ദ്രം ഏതാണ്? ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേനാ പൈതൃക കേന്ദ്രം ചണ്ഡീഗഡ്. ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അറബിക്കടലിൽ രൂപം കൊണ്ട ബിപർജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയതാണ് ബംഗ്ലാദേശാണ്. അടുത്തിടെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റായ മോഖയ്ക്ക് പേര് നൽകിയത് യമനാണ്. അറബിക്കടലിൽ രൂപം കൊണ്ട ബിപർജോയ്ക്ക് പേര് കൊടുത്താരാണ്? അറബിക്കടലാണ് ബിപർജോയ്. അതാരാണ്?
ആരെ പേര് കൊടുത്തത്? അത് ബംഗ്ലാദേശാണ് ഓർത്തിരിക്കുക. ഡൽഹിയിലെ തീൻ മൂർത്തി സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം. ഓക്കെ, ഡൽഹിയിലെ തീൻ മൂർത്തി സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരാണെന്ത്? പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം എന്ന് പറയുന്നത്. തെലങ്കാനയുടെ സംസ്ഥാന പദവിക്ക് വേണ്ടി ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്മാരകമാണ് അമർ ജ്യോതി സ്മാരകം. എവിടെയാണ്? തെലങ്കാനയുടെ സംസ്ഥാന പദവിക്ക് വേണ്ടി ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്മാരകമാണ് അമർ ജ്യോതി. ഓക്കെ, അമരജ്യോതി ആൾറെഡി ഉണ്ടല്ലോ. അമരജ്യോതി സ്മാരകം. ഓക്കെ, സ്വച്ഛ് മുഖ് അഭിയാൻ പ്രചരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. സ്വച്ഛ് മുഖ് അഭിയാൻ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി അംബാസഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. പാരീസ് ആസ്ഥാനമായ റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ 121. നോർവേ, അയർലാൻഡ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ. ഓക്കെ, അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറക്കുന്ന ആദ്യ ചലച്ചിത്രമാണിത്. ലവ് ഇൻ 90s. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഓടിച്ചെന്നൂടി പറയാം. പ്രശസ്ത സോഷ്യലിസ്റ്റ് നേതാവായിട്ടുള്ള മധു ലിമായയുടെ ജനശതാബ്ദി ആഘോഷവേളയിൽ ശതാബ്ദി പുരുഷ്, മാൻ ഓഫ് ദ സെഞ്ചുറി പദവി നൽകിയ ആദരാചാര്യയാണ് പണ്ഡിറ്റ് രാംകൃഷ്ണനാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് എന്ന പുസ്തകം രചിച്ചത് അമിതാഭ് ഖാന്താണ്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ രൂപപ്പെട്ട ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റായ മോഖയുടെ പേര് നൽകിയത് ആരാണ്? യമൻ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ വ്യോമസേനാ പൈതൃക കേന്ദ്രം എവിടെയാണ്? ചണ്ഡീഗഡാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അറബിക്കടൽ രൂപം കൊണ്ട ബിപർജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ബംഗ്ലാദേശാണ്. ഡൽഹിയിലെ തീൻ മൂർത്തി സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം എന്നാണ്. തെലങ്കാനയുടെ സംസ്ഥാന പദവിക്ക് വേണ്ടി ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്മാരകമാണ് അമരജ്യോതി സ്മാരകമാണ്. സ്വച്ഛ് മുഖ് അഭിയാൻ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത്. പാരീസ് ആസ്ഥാനമായ റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 161. നോർവേ, അയർലാൻഡ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. ഓർത്തിരിക്കുക, അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറക്കുന്ന ആദ്യ ചലച്ചിത്രം ലവ് ഇൻ 90s. അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷ. അപ്പോൾ ടാഗിൻ ഭാഷ എവിടെയാണ്? അരുണാചൽ പ്രദേശ്. ടാഗിൻ ഭാഷയിൽ പുറത്തിറക്കുന്ന ആദ്യ ചലച്ചിത്രം ലവ് ഇൻ 90s. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. അപ്പോൾ നമ്മൾ നോക്കിയത് 2023 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ വസ്തുതകളാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.